ധർമാചരണത്തിലൂടെ വ്യാധികൾ മാറുന്നു. ഗ്രഹദോഷങ്ങളും ധർമാനുഷ്ഠാനങ്ങളിൽ കൂടി മാറുന്നു. ശത്രുക്കൾ ഇല്ലാതിരിക്കുവാനും ധർമാനുഷ്ഠാനം മതി. ധർമ്മമുള്ളിടത്ത് വിജയമുണ്ടാകും. ധർമ്മം 2 വിധത്തിലാണെന്ന് പറയുന്നു: പ്രവൃത്തിധർമ്മവും നിവൃത്തിധർമ്മവും. യഥാർത്ഥമായ സാമൂഹ്യ നന്മയും ഈ ദ്വിവിധമായ കർമ്മം കൊണ്ടുണ്ടാകുന്നു. ധർമാധിഷ്ഠിതമായി ഈ 2 കാര്യങ്ങളും അനുഷ്ഠിച്ചാൽ ആധ്യാത്മികമായും ഭൗതികമായുമായുള്ള എല്ലാവിധ വ്യാധികളിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുമെന്ന് ചാണക്യൻ പറയുന്നു. ഓരോ മനുഷ്യനും ധർമാധിഷ്ഠിതമായ ഒരു ഭൗതിക ജീവിതചര്യ തന്നെ വേണം. അത് കൃത്യമായി അനുഷ്ഠിച്ചാൽ ശാരീരികമായ വ്യാധികൾ ഒരിക്കലും ഉണ്ടാകില്ല. യോഗാസനങ്ങളും പ്രാണായാമങ്ങളും ഔഷധ സേവയുമൊക്കെ ഈ ഗണത്തിൽ വരുന്നു. കൃത്യമായ വ്യായാമ മുറകളാൽ ശരീരവ്യാധികൾ അകറ്റാം. ഇനി ആത്മീയമായ ധർമ്മങ്ങൾ: അർഹതപ്പെട്ടവർക്ക് ദാനധർമാദികൾ ചെയ്യുക, അശരണരെ സഹായിക്കുക. ഇവയൊക്കെ മാനസികമായ നന്മയുള്ളവർ മാത്രം ചെയ്യുന്നതാണ്. ഉപാസനാദി കാര്യങ്ങൾ കൂടി ഗ്രഹദോഷാദി പീഡകളെ അകറ്റാം. ഇതേപോലെ ധാർമ്മികമായ കാര്യങ്ങൾ മാത്രം പ്രയോഗിച്ച് ശത്രുവിനെ ഇല്ലാതാക്കാം. ശത്രുവിനെ നശിപ്പിക്കാം എന്നല്ല ഉദ്ദേശിച്ചത്, മറിച്ച് ശത്രുവിനെ മിത്രമാക്കാമെന്നാണ്. ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുക്കുക എന്ന ക്രിസ്തുദേവന്റെ വചനം ഓർക്കുക. അങ്ങനെ ക്ഷമാശീലത്താൽ ശത്രുവിനെയും സ്വവശത്താക്കാം. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയവുമുണ്ട്. അധർമ്മത്തിന് താൽക്കാലിക വിജയം ഉണ്ടായേക്കാം, പക്ഷെ ആത്യന്തിക വിജയം എപ്പോഴും ധർമ്മത്തിന് തന്നെയായിരിക്കും. ധർമ്മേണ ഹന്യേത വ്യാധി ഹനേദ്യ വാഗ്തഥാഗ്രഹം ധർമ്മേണ ഹന്യേത ശത്രു യദോ ധർമ്മസ്ഥോ ജയ.